ഒരു ലൈഫിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഇല്ലാതാവുന്നത്. അതെ അതെ അതെ. എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അശ്വന്തിന്റെ ഒരു ജീവിത രീതി ശൈലിയൊക്കെ അശ്വന്ത് ഇവിടെയാണ്, ഒറ്റയ്ക്ക് ഫാമിലി അവിടെയാണ്. അപ്പൊ അതിന്റെ ഇത് ഈ ഓവർകം ഹീലിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? അല്ല എല്ലാ ഇവന്റ് എല്ലാ അല്ല അല്ല event അച്ഛൻ നടക്കുന്ന കഴിഞ്ഞ 2 വർഷമായിട്ട് അച്ഛൻ എൻ്റെ കൂടെ താമസം. അച്ഛൻ ഡയബറ്റിക് ആയിരുന്നു, ഫ്ലാറ്റിലായിരുന്നോ? ഫ്ലാറ്റിലായിരുന്നു അച്ഛൻ, അമ്മേ? അമ്മേ. അപ്പൊ അച്ഛൻ്റെ കൂടെ അമ്മ വേണമല്ലോ. അപ്പോൾ അച്ഛൻ്റെ ഗ്രാജുവലി ഈ ഡയബറ്റിക് അതിൻ്റെ പ്രോസസ്സ് അറിയാലോ. അങ്ങനെ കട്ട് ചെയ്ത് കാലിൻ്റെ ഓരോ പോർഷൻസ് കട്ട് ചെയ്ത്, ഒരു കാല് കട്ട് ചെയ്ത് അത് ഹീലായി, പിന്നെ കട്ട് ചെയ്ത് ഇപ്പോൾ 2 വർഷമായിട്ട് ഇങ്ങനെ ഗ്രാജുവലി ഒരു 2 months കൂടുമ്പോൾ സർജറി, 2 months കൂടുമ്പോൾ സർജറി, ആൻജിയോപ്ലാസ്റ്റി, അങ്ങനെയുള്ള ഒരു പ്രോസസ്സായിരുന്നു. അച്ഛനിങ്ങനെ വീക്കായി വരുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മരിക്കുന്നതിന് മുൻപുള്ള ആ പ്രോസസ്സാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഐ ഓൾറെഡി ന്യൂ, മനസ്സിലായോ, ഹി വുഡ് ഡൈ എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഓൾറെഡി, ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മരിച്ചു കഴിയുമ്പോൾ ആക്ച്വലി ഐ ഗോട്ട് റിലീവ്ഡ്. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന അച്ഛൻ അങ്ങനെയുള്ള അച്ഛനെ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അച്ഛനെ ബുദ്ധിമുട്ടാണ് കാണുന്ന. പക്ഷെ അമ്മയ്ക്കൊന്നും ഞാൻ എടുക്കും പോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും. പിന്നെ എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ICUലായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിരുന്നു, കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഞാൻ ഇരുത്താണല്ലോ എപ്പോഴും, കൂടുതൽ സമയം ഞാൻ ഒറ്റയ്ക്കലിരിക്കുന്നത്, റൂമിലിരിക്കില്ലായിരുന്നു. അപ്പം പക്ഷെ അന്ന് പിന്നെ അച്ഛൻ സേവായി. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അച്ഛൻ മരിക്കുന്നതിന് നന്നായി ടൈം സ്പെൻഡ് ചെയ്ത് കൂടുതൽ സംസാരിച്ച് കുറച്ചും കൂടി. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ മരിച്ചപ്പോൾ അത്ര റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ടായേനെ. അങ്ങനെ പിന്നെ അതിനുശേഷം ഞാനത് ഉൾക്കൊണ്ടിട്ടില്ല. ചില കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ അങ്ങനെ വിടുന്നത് നല്ലത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിന്തിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഈ നമ്മുടെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെ, ഇത് ഇപ്പോഴത്തെ കാര്യമല്ലേ പറയുന്നത്, അച്ഛൻ മരിച്ചത് എനിക്ക് അറിയുന്ന ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇൻഡസ്ട്രി മുഴുവൻ അതെങ്ങനെ അറിയാമെന്നറിയോ? എൻ്റെ ഒരു കസിൻ ഉണ്ട്, അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ. പുള്ളി അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഭയങ്കര എസ്സേ പോലെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് പേപ്പർ കൊടുത്തു. അങ്ങനെ കുറേ എഡിഷനിൽ ഇത് പോയി. ഇതാരോ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് എനിക്കിഷ്ടമല്ല എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ആൾക്കാർ അറിയുന്നത്. അതിൻ്റെ സന്തോഷമായി കഴിഞ്ഞാലും എൻ്റെ സങ്കടമായി കഴിഞ്ഞാലും. അപ്പോൾ അതെനിക്ക് അങ്ങനെ പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ പേര് എന്നെ വിളിച്ച്. അത് എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. അത് ഞാൻ തന്നെ റിവ്യൂസിൽ തൂക്കി വിട്ട ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡും. അപ്പോൾ ആൾക്കാർ ഇത്രയും പേര് നമ്മളെ അക്നോളജ് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ വെക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ബാഡാണെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിളിച്ചു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ വരണമെന്ന് ചോദിച്ചു, എന്തെങ്കിലും ആവശ്യം പറയണമെന്ന് പറഞ്ഞാൽ അത് 1-2 പേരൊന്നല്ല, 100 കണക്കിന് ആൾക്കാർ മെസ്സേജ്. ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് നമ്മൾ അറിയുന്ന ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിയുന്ന അത് പുള്ളിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞാൽ നല്ലതല്ലേ? ഷൈൻ ടോം, പുള്ളി ഒരു സെന്റൻസ് മുഴുവൻ ഇട്ടു. കാരണം പുള്ളിയുടെ അച്ഛൻ ഇപ്പോൾ അടുത്തല്ലേ മരിച്ചേ. അച്ഛൻ മരിക്കുന്ന വേദന എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സാധനം ഇട്ടു. ഭയങ്കര ഇപ്പം ആൾക്കാർ അപ്പൊ ഞാനത് ശരിക്കും, കാരണം ഷൈൻ ടോം നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഞാൻ എപ്പോഴും ഈ സാധനം ഞാൻ ഒരു അറിയാവുന്ന വ്യക്തിയാണ്. മാത്രമല്ല പുള്ളി എനിക്കെതിരെ കുറേ ബൈറ്റ്സ് കൊടുത്തുള്ള ആളാണ്. പക്ഷെ അങ്ങനെ കുറേ പേര്, പിന്നെ ഭയങ്കര ഹയർ പൊസിഷനിൽ നിൽക്കുന്ന മീഡിയ പേഴ്സൺസ്, അപ്പോൾ ഇവരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നും എന്നെ അറിയാമെന്നുള്ള പോലെ ഞാൻ എപ്പോഴാണ് അറിയുന്നത്, മനസ്സിലായില്ലേ? പിന്നെ പൊളിറ്റീഷ്യൻസ്, ഫോർ എക്സാമ്പിൾ അതേ പറഞ്ഞ ഇപ്പം നമ്മളെ സഹാക്കളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ളത്, DYFIയുടെ ഒക്കെ. അപ്പോൾ അങ്ങനെ ഞാനത് പിന്നെ എനിക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴേ എനിക്ക് അച്ഛൻ മരിച്ചത്, കാരണം സോഷ്യൽ മീഡിയയിൽ എന്താ വെച്ചാൽ, എസ്പെഷ്യലി ഫേസ്ബുക്കിലേ, ഇവരത് ആ രീതിയിലല്ല, അവർ കുറേ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, ഇതാണ് ഇവന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ തെറി പറയണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് വല്ലാതായിരുന്നു. ഞാനത് പറയണ്ടെന്ന് പറഞ്ഞു. ഇത് ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അശ്വന്തിന്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് ഈ സിനിമാക്കാർ രക്ഷപ്പെട്ടു. അതെ അതെ അതെ, അത് തന്നെ ഇത് തന്നെ ഒരുപാട് കമന്റ്സ് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അതെനിക്ക് ഭയങ്കര ഒരു വല്ലാണ്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. എനിക്കറിയാം. അത് തന്നെ ലാലേട്ടന്റെ വൃഷഭ സമയത്ത് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇപ്പോഴും വൃഷഭേന്റെ റിവ്യൂ മിസ് ചെയ്യുന്നത് പറഞ്ഞ, എൻ്റെ അച്ഛൻ മരിച്ചത് അറിയാം, എന്നിട്ടും വൃഷഭേന്റെ റിവ്യൂ മിസ് ചെയ്യുന്നത് പറഞ്ഞ ആൾക്കാർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ മരിച്ച ഉടനെ തന്നെ വന്ന് ഞാൻ ഈ വിഷം കിട്ടി റിവ്യൂ ചെയ്യുന്നത് ഒരു ഔചിത്യമല്ലല്ലോ. നമ്മളൊരു ഇതായി പോലെ. അതിനുശേഷം അച്ഛൻ മരിച്ച ശേഷം ഞാൻ ആദ്യം കണ്ട സിനിമ സർവമായ, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ടത്.
പഴയ ആൾക്കാരൊക്കെ അറിഞ്ഞ്. പിന്നെ അതിന് മുൻപ് ഞാൻ അവസാനം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ചെയ്ത വീഡിയോ ശ്രീനിവാസൻ സാറ് മരിച്ച വീഡിയോ, അതിനെക്കുറിച്ചുള്ള ധ്യാനം എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മൾ തുല്യ ദുഃഖിതരായില്ലേ എന്ന് പറഞ്ഞിട്ട്, സാറിലെ ബ്രോ സ്ട്രോങ് ആയി നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. കാരണം ശ്രീനിവാസൻ സാറ് മരിച്ച സമയത്ത് ഞാൻ ധ്യാനം മെസ്സേജ് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കേട്ടാൽ ഞാൻ പുള്ളി പറയുന്നത്. അപ്പം അങ്ങനെയാ. അപ്പം നമ്മൾ പുറമെ കാണുന്ന പോലെയോ നമ്മൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പല കാര്യങ്ങളിലും ആളുകൾ നമ്മളെ സീരിയസ് ആയിട്ടും വളരെ എംപതറ്റിക്കലി എടുക്കുന്ന ആൾക്കാരുണ്ട്. രാഷ്ട്രീയം എന്താണ്? ഞാൻ പഠിക്കുന്ന സമയത്ത് UC ഒക്കെ ആയിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലൊക്കെ ആയിരുന്നു. പിന്നെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട്, SFIക്ക് വേണ്ടി. പിന്നെ നാട്ടിൽ ഞാൻ ഈ പറഞ്ഞ ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് DYFIയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും അന്നും ഇന്നും CPM തന്നെയാണ്. ഓക്കെ. ഈ ആദ്യം നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് പറയാം, സിനിമയെ 4 തട്ടായിട്ടാണ് ഞാൻ തിരിക്കുന്നത്. അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഒന്ന് മസ്റ്റ് വാച്ച് ആൻഡ് അറ്റ് ദ ഏർലിയസ്റ്റ്, പെട്ടെന്ന് തന്നെ പോയി കാണണം. എക്സാമ്പിൾ ഇപ്പോൾ ബിഗ് എംസിൻ്റെ പടങ്ങൾ, ഇപ്പോൾ ഇതരഭാഷാ ചിത്രങ്ങളാണെങ്കിൽ ഹ്യൂജ് സിനിമ, ബ്രഹ്മാണ്ഡ പ്ലസ് ഹൈപ്പ്, അത് ഞാൻ എന്തായാലും കണ്ടിരിക്കും. വാട്ട് ഓ ഹാപ്പൻസ് ഞാൻ കണ്ടിരിക്കും. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമകൾ, മനസ്സിലായില്ലേ? അതെല്ലാവരും പോയി കാണുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി എല്ലാവരും പോയി കാണും. അതിനാണ് ടിക്കറ്റ് കിട്ടാതാവുന്നതും വൻ ഹൈപ്പ് വരുന്നതും FDFS വൻ പരിപാടിയും നടക്കുന്നത്. രണ്ടാമത്തത് എന്തായാലും എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണണം എന്നുള്ള സിനിമ. ആ സിനിമകൾ ഞാൻ പോയി കാണും. പക്ഷെ അത് ഞാൻ റഷ് ചെയ്യില്ല. അത് ചിലപ്പോൾ ഞാൻ ഉച്ചക്കായിരിക്കും കാണുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ട ഞാൻ ഉച്ചയ്ക്ക് റിവ്യൂ ഇടും, ചിലപ്പോൾ രാത്രിയായിരിക്കും ഇടുന്നത്. അത് എൻ്റെ അത് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൂ, ഞാൻ റഷ് ചെയ്യില്ല. മൂന്നാമത്തത് ആളും തരം നോക്കി കാണുന്ന സിനിമകൾ. അതായത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ ചിലപ്പോൾ ഒരു ഫാക്ടറായിരിക്കും, ഡയറക്ടർ ചിലപ്പോൾ ഒരു ഫാക്ടറായിരിക്കും, അതിലെ ആക്ടർ ഒരു ഫാക്ടറായിരിക്കും, റൈറ്റർ ഫാക്ടറായിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഫാക്ടർ എനിക്ക് കാണണം എന്നുള്ള ഉണ്ടെങ്കിൽ, ഇപ്പം ധ്യാൻ്റെ സിനിമ ഞാൻ എല്ലാം പോയി കാണും. കാരണം എനിക്ക് ധ്യാൻ്റെ സിനിമ റിവ്യൂ പറയാനുള്ള ഇഷ്ടമാണ്, അത് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ധ്യാൻ്റെ പടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനോ റൈറ്ററോ ഡയറക്ടറോ മറ്റാക്ടേഴ്സ് ഒന്നും ഞാൻ ക്യാമിയോയിലും മതി, ഞാൻ പോയി കാണാം. എന്നിട്ട് ചില സിനിമകളുണ്ടല്ലോ ധ്യാനുള്ളത് മറച്ചു വെക്കും. അപ്പോൾ ധ്യാനുള്ള അറിയില്ലല്ലോ. അങ്ങനെ 2 ദിവസം ഓട്ടം വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ധ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പോയി കാണും. ധ്യാൻ തന്നെ അറിയാം എൻ്റെ പരിപാടി. എന്നിട്ട് അത് പിന്നെ ചിലപ്പം MA നിഷാദിൻ്റെ പടം ഞാൻ പോയി കാണും. പുള്ളിയുടെ ഒരു പടം കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര പ്രയാസമായി തോന്നുന്നു, പുള്ളി ഡയറക്റ്റ് ചെയ്ത പടം. കാരണം പുള്ളി ഒരു ഡയറക്ടർ മാത്രമല്ലോ, പുള്ളി ഒരു അറിയപ്പെടുന്ന ഒരാളല്ലേ, നടനാണ്, പിന്നെ ആക്ടിവിസ്റ്റ് ആണ്. അപ്പോൾ MA നിഷാദിൻ്റെ പടം ഞാൻ കാണണമല്ലോ. ഇനി ഈവൻ മ്യൂസിക് ഡയറക്ടർ, ഇപ്പോൾ സുഷിൻ ശ്യാം മ്യൂസിക് ചെയ്യുന്നൊരു പടം ആണെങ്കിൽ അത് വേറെ സുഷിൻ ശ്യാമിൻ്റെ പേര് ഉണ്ടാവും, ഞാൻ പോയി കാണും. കാരണം സുഷിൻ ശ്യാം അത്ര ഒരു പടമല്ലേ പിക്ക് ചെയ്യുള്ളൂ. അങ്ങനെ കുറേ ഇപ്പോൾ AR റഹ്മാൻ മ്യൂസിക് ചെയ്യുന്ന പടം, കഴിഞ്ഞ ദിവസം ഇറങ്ങിയൊരു പടമുണ്ട്, പിന്നെ പേര് മറന്നു, നമ്മുടെ വിജയ് സേതുപതിയും അരവിന്ദ് സമയക്കരും, ഗാന്ധി ടോക്സ്. അത് പണ്ടങ്ങ് ഇറങ്ങിയ സിനിമയാണ്, ഫെസ്റ്റിവലിലങ്ങ് ഇറങ്ങിയ സിനിമ. പക്ഷെ ഞാൻ കാണണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ വിട്ടുകയല്ല, ആളില്ല. 10 ടിക്കറ്റ് എടുത്ത് കാണേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് കാറ്റഗറി. അങ്ങനെ അതാണ്. പിന്നെ അന്യഭാഷ ഓഫ് കോഴ്സ് അറിയാലോ, സ്റ്റാർസിൻ്റെ എല്ലാ പടം കാണും. അപ്പോൾ തെലുങ്കായി കഴിഞ്ഞാലും കന്നഡയായി കഴിഞ്ഞാലും സ്റ്റാർസിൻ്റെ പടം കാണും. പിന്നെ ഒഴിവാക്കുന്ന പടങ്ങൾ 4ാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആ പടം ബുക്ക് മൈ ഷോ കാണാം, പക്ഷെ തിയേറ്ററിലാണ് ഉണ്ടാവില്ല. ആ സിനിമ OTTയിലും വരില്ല. അത് ഇറങ്ങിയത് അറിഞ്ഞിട്ടുണ്ടാവില്ല, പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു കാലത്ത് അറിയാനും പോകുന്നില്ല. അങ്ങനത്തെ കാറ്റഗറിയിലെ സിനിമ, അങ്ങനത്തെ ഒരു 3-4 സിനിമ എല്ലാ ആഴ്ചയും ഉണ്ടാവാറുണ്ട്. മനസ്സിലായി. ഇനി അങ്ങനെയുള്ളൊരു സിനിമ എന്തെങ്കിലും വൺ കോൺട്രവേഴ്സിയോ പിന്നീട് ഇറങ്ങിയതിന് ശേഷം ചിലപ്പോൾ കോൺട്രവേഴ്സി ഉണ്ടാവുമോ ഹൈപ്പ് ഉണ്ടാവുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോയി കാണും. മനസ്സിലായി. അതാണ് 4 കാറ്റഗറി. മിക്കവാറും ഈ 4ാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് വിളിക്കുന്നത്. മനസ്സിലായി. കാണുമെന്ന് ചോദിച്ചിട്ട് 1ാമത്തെ കാറ്റഗറിയിലെ ആൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല, ദേ ഡോണ്ട് ഈവൻ കെയർ. മനസ്സിലായോ? ഈ 2-3 ആൾക്കാരാണ് നമ്മൾ വിളിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും സിനിമയെ റിവ്യൂ ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കുള്ളിലെ ഗോസിപ്പുകൾ പറയാനും ഒരു വിഷയത്തിനെ പറ്റി ശക്തമായി പ്രതികരിക്കാനും ഓരോരോ ആൾക്കാരുണ്ടായിരുന്നിരിക്കണം. ഒരു പക്ഷേ പണ്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരു പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. എഴുത്തുകളിലൂടെ സിനിമയുടെ ഗോസിപ്പുകൾ പറയുകയും അല്ലെങ്കിൽ സിനിമയുടെ പിന്നാമ്പുറ കഥകൾ പറയുകയും ഞാൻ വായിക്കാറുണ്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ മേഖലയിൽ ഓരോരുത്തർ ആൾക്കാർ പൊങ്ങി വരും. അപ്പൊ ഇപ്പൊ റിവ്യൂവിൽ ഏറ്റവും കൂടുതൽ പൊങ്ങി വന്നിരിക്കുന്നത് അശ്വന്താണ്.
പക്ഷെ അത് ഒരിക്കലും ഒരു സൈഡ് അശ്വന്തിന് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്, പക്ഷെ ഇപ്പറ സൈഡ് ഭയങ്കരമായിട്ട് ശത്രുക്കളാണ് കൂടുതൽ. ഇപ്പം അശ്വന്തിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ അശ്വന്തിന്റെ ഒരു അടുത്ത തലമുറയോ ഒക്കെ ഒരു സിനിമയിലേക്ക് വരണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കലാരംഗത്തേക്ക് വരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അശ്വന്ത് കോക്കിന്റെ ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തടസ്സമായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു പേടിയില്ല വരും തലമുറയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ അശ്വന്തിന്റെ ഒരു ക്ലോസ് സർക്കിളുള്ള ഒരാൾക്ക്. ഇല്ല, എന്റെ ആരും സിനിമയിലേക്ക് വരില്ല. അതെങ്ങനെ പറയാൻ അല്ല, അതെ, അതിനോതാക്ക് അതെങ്ങനെ പറയാൻ പറ്റും? അതാ എനിക്കറിയാൻ പറ്റും. അടുത്തൊരു തലമുറ വരുന്നത് ഒരു സിനിമയിലേക്ക് വരില്ല. തലമുറ വെച്ചാൽ 2-3 തലമുറ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. തൊട്ട് നെക്സ്റ്റ് ഒരു തലമുറ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചാൻസ് വെരി ലെസ്, ബട്ട് സ്റ്റിൽ ഇല്ലെന്നല്ല. അല്ല, അത് ആ സമയത്ത് അവർ ഡീൽ ചെയ്തോട്ടെ, അതിപ്പോ എനിക്കതിന് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു ശത്രുവലയം അവരുടെ കരിയറിനോ അല്ലെന്നുണ്ടെങ്കിൽ അശ്വന്തോട് ചുറ്റപ്പെട്ട ഒരാൾക്ക് അശ്വന്തിന്റെ പേര് പറഞ്ഞ് സിനിമയിലേക്ക് എത്താൻ ഓഫ് കോഴ്സ് ഒരു പേര് മറച്ചു വെക്കുന്ന അങ്ങനെയുള്ള ഗിൽറ്റ് അങ്ങനെയുള്ള ആളുകളല്ല എന്നെ ഫോളോ ചെയ്ത് വരുന്നത്. അതെനിക്കറിയാത്. എനിക്ക് നിങ്ങളെക്കാളും നന്നായിട്ട് അവരെ അറിയാലോ, എനിക്കറിയാതെ. അങ്ങനെ സിനിമയിലേക്കൊന്നും അങ്ങനെ ഇല്ല. ഞാൻ ഉദ്ദേശിച്ച അശ്വന്തിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടല്ലോ, കുറെ ജനറേഷൻ കണ്ടില്ല, എനിക്കറിയില്ല, ഇപ്പം പറയാൻ പറ്റില്ല. തൊട്ട് ഇമ്മീഡിയറ്റ് അശ്വന്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വരില്ല, എനിക്കറിയാത്. ഇനി വന്നാൽ തന്നെ അവർക്ക് വരാൻ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അവർ വരണ്ട. അത് നിർബന്ധമില്ലല്ലോ ഇതിൽ വരണമെന്ന്. എന്തെങ്കിലും റിവ്യൂ നിർത്തണം എന്ന് ആലോചിക്കുന്നുണ്ടോ? അതിപ്പോൾ അറിയില്ല, എനിക്കിത് മടുക്കൂ. ഇനഫ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? പഴയ ജോലിക്ക് ഉണ്ടാവും. പഴയ ജോലിക്ക് ഞാൻ ചിലപ്പോഴേ പോകും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നാട് വിടും, രാജ്യം വിടും. എന്തായിരിക്കും അപ്പോൾ ഒരു എയിം ഉണ്ടാവുക? അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് എന്തായിരിക്കും? ഞാൻ ഏതെങ്കിലും ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കും, അങ്ങനെ ഏതെങ്കിലും റിമോട്ട് വില്ലേജിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി താമസിക്കും, വേറെ ഏതെങ്കിലും രാജ്യത്ത്. മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ അല്ല, അത്യാവശ്യം പൈസ എപ്പോഴത്തേക്ക് ആക്കണം. കുറേ കാലം തൊഴിലെടുക്കാതെ വെറുതെ താമസിക്കണം. സിന്ദഗി നാം ഇല്ലെങ്കിൽ സിനിമയില് ഹൃതിക് റോഷൻ പറയാതെ കണ്ടിട്ടുണ്ടാവുമല്ലോ, 30 തൊട്ട് 40 വയസ്സ് വരെ പട്ടിയെ പോലെ പണിയെടുത്ത് 40-ആം വയസ്സ് റിട്ടയർഡ് ആവണം. അതെ, അതാണ് അദ്ദേഹത്തിന്റെ ഒരു എയിം. അല്ല, അങ്ങനെ ആളും ബഹളമൊന്നും അധികം ഇല്ലാത്ത, നമ്മളെ തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയി താമസിക്കുക. അത് ഞാൻ വേറെ രാജ്യം ഉദ്ദേശിച്ചപ്പോൾ അങ്ങനെ പോസ്റ്റ് രാജ്യത്ത് അങ്ങനെയൊന്നുമല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രാജ്യത്ത് പോയി താമസിക്കാനുള്ള അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ട്. അതാണ് ഈ നമ്മളിപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ ആൾക്കാരെ പറഞ്ഞു, അവരുടെ ഹാർഡ് കോർ ഫാൻസിനെ പറഞ്ഞു, ഇപ്പം ജെനുവിൻ ഫാൻസിനെ പറഞ്ഞു. ഇതൊന്നുമല്ലാത്ത നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പല തട്ടിൽ നമുക്ക് അണികളെ നിരത്താം. ഭയങ്കരമായിട്ട് ഇന്റലക്ച്വലായിട്ട് ചിന്തിക്കുന്ന അണികളുണ്ട്, ഒരു ഇടത്തര അണികളുണ്ട്, അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോകാൻ നിൽക്കുന്ന അണികളുണ്ട്, തല്ലാനും കൊല്ലാനും നിൽക്കുന്ന അണികളുണ്ട്, ഒരു ബോധമില്ലാത്ത അണികളുണ്ടാവും. ഈ കൂട്ടത്തിലും കാണുമ്പോൾ ഇപ്പൊ ഒരു ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടയ്ക്ക് അവൻ നെഗറ്റീവ് അവനെ തല്ലണം എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരതിന്റെ ആ ഒരു സെൻസ് എടുക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെ ഈ ആക്രമണവും കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ വന്ന് ഇടിച്ചു കയറി വരുക? ഇല്ലില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടോ? ഒന്നാമത് ഞാൻ അങ്ങനെ അവൈലബിൾ അല്ലല്ലോ അങ്ങനെ സിറ്റുവേഷൻ. അല്ല, ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് പുറത്തും ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, അശ്വന്ത് ഏതോ ഒരു കടയിൽ മാസ്ക് ഇട്ടിട്ട് പോയി എന്തോ മേടിക്കാൻ പുറകിൽ നിന്ന് ഒരുത്തം പറ്റി ഇങ്ങനെ വീഡിയോ എടുക്കുക. അശ്വന്ത് പെട്ടെന്ന് നോക്കിയിട്ട് മുഖം തിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീഡിയോ ഉണ്ട് ആണോ? അതിപ്പോ നോക്കിയത് വീഡിയോ കണ്ടിട്ടല്ല നോക്കിയത്. അശ്വന്ത് നോക്കുമ്പോൾ അങ്ങനെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് കടയിൽ പോയി ഒരു സാധനം മേടിക്കുക, ഇന്നത്തേക്കുള്ള റിവ്യൂവിനുള്ള സാധനം മേടിക്കണം മച്ചാന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്യാപ്ഷൻ മറ്റേ ഫാൻസി ഷോപ്പില് അത് അവൻ എടുത്തപ്പോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് ഇട്ടപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെ എന്താ മെഡിക്കൽ ഷോപ്പല്ല, ഫാൻസി കടയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ വീഡിയോസ് ഫോട്ടോസ് ആൾക്കാർ എടുക്കാറുണ്ട്, ഒളിച്ചു നിന്നിട്ടൊക്കെ എടുക്കാറുണ്ട്, ദൂരെ നിന്നൊക്കെ എടുക്കാറുണ്ട്, സൂം ചെയ്തിട്ടൊക്കെ. അത് വെറുതെ മറ്റുള്ളവരെ കാണിക്കാനോ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും, ഫേക്ക് ആയിട്ട് പോസ്റ്റ് ചെയ്യാനോ. ഇത്രയും സ്ട്രെസ്സും പ്രഷറിലും നിൽക്കുന്ന ഒരാള് ദൈവവിശ്വാസിയാണോ? നെവർ എവർ. ഒന്നുമല്ല ഇന്നുമല്ല. എന്തിനാണ് വിശ്വാസം ശരിക്കും? എങ്ങനെ വിശ്വാസം? ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ല, ഒന്നും വിശ്വസിക്കുന്നില്ല. ഐ ബിലീവ് ഇൻ സയൻസ്. ഞാനൊരു എത്തീസ്റ്റാണ്. ദൈവം എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദൈവം സംഭവം ഇല്ല. ഇല്ല, ഇല്ലാത്ത സാധനത്തിൽ പിന്നെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. തീസ്റ്റും ഉണ്ട് എത്തീസ്റ്റും ഉണ്ട് അല്ലേ? തീസ്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, രണ്ടും ഉണ്ടല്ലോ. ഉണ്ട്, ഓരോ ആൾക്കാരോ ടൈപ്പ് അല്ലേ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. ഏത്തീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള കാര്യം, ദൈവം ഇല്ല എന്ന്. മറ്റേ നിങ്ങൾ പറയുന്ന ആന്റഗണിസ്റ്റ് അല്ല, മറ്റേ എന്താ ഞാൻ ചോദിക്കട്ടെ,
വേറെ വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, പക്ഷെ വിശ്വസിക്കുന്നില്ല. ഞാൻ ബാക്കി ഞാൻ മറന്നു. ഈ എയ്റ്റീസ് എന്ന് പറഞ്ഞൊരു പേര് ശരിക്കും എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് അശ്വന്ത് പറയുന്നു, ഇപ്പം ഇവിടെ ഇപ്പൊ അല്ല ഞാൻ പറയുന്നു ഇവിടെ മോഹൻലാൽ ഉണ്ട്, ഞാൻ പറയുന്നത് ഞാൻ വിശ്വാസിയാണ്, ഇവിടെ മോഹൻലാൽ ഉണ്ട്, എന്നെ തീസ് എന്ന് വിളിക്കുന്നു. അശ്വന്ത് പറയാണ്, അശ്വന്തിന് അറിയാം അവിടെ മോഹൻലാൽ ഇല്ല. അപ്പൊ അശ്വന്ത് പറയാണ് ഇല്ല, ഇല്ലാത്തൊരു അശ്വന്തിന് കൃത്യമായിട്ട് അവിടെ ഇല്ലെന്നുള്ളത്. പിന്നെ അശ്വന്ത് എന്തിനാണ് സ്വയം ഞാൻ ഇല്ലാത്ത ഒരു കാര്യം ഇല്ലെന്ന് പറയുന്നതിന് അയാളെ പേരെന്തിനാ ചോദിച്ചോണ്ടാ ഞാൻ പറഞ്ഞില്ല. ഞങ്ങളോട് വന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വിശ്വാസിയാണ് ചോദിച്ചോണ്ട്. അല്ല, അപ്പോഴും ഒരു പേര് പറയേണ്ട ആവശ്യം എന്താ? അപ്പം ഇപ്പൊ എയ്ത്തിസ്റ്റ് എന്ന് പറഞ്ഞൊരു പേരിന്റെ ആവശ്യമുണ്ട് ശരിക്കും? ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളെ വിളിക്കാൻ ഒരു പേരുണ്ട്. അതൊരു വാക്കല്ലേ, അതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന വാക്കല്ലേ. അതിപ്പോ അവരെന്തെങ്കിലും വിളിക്കണ്ടേ? വാക്കില്ലാതെ എങ്ങനെ വിളിക്കും? ഇടയ്ക്കൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിലങ്ങനെ പോകാറില്ല, പോയാലും രാത്രിയിലാണ്, കാറിൽ പോയി തിരിച്ചു വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതെ അല്ല, പകല് പോകേണ്ട സാഹചര്യം വന്നാൽ പകല് പോകും. അത് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട്. അത് ഇപ്പോഴും കറങ്ങി വരുന്ന റീലാ അത്. അതെന്ന് വെച്ചാൽ നാട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. നാട്ടുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, വീടാക്രമിക്കാനൊക്കെ നോക്കി. എന്തിന്? ഞാൻ അങ്ങനെ കുഗ്രാമം എന്ന് പറഞ്ഞിട്ട് അതിന് കമ്മിറ്റി ഉണ്ടാക്കാൻ നോക്കി, പിന്നെ ജാഥ നടത്താൻ നോക്കി. അപ്പോൾ അത് അവരങ്ങനെയാണ് അത് എടുത്തത്. കുഗ്രാമം എന്നുള്ളത് അപരിഷ്കൃതമായ ഗ്രാമം, അല്ലെ ഞാൻ എൻ്റെ നാടിനെ തള്ളിപ്പറഞ്ഞെന്ന രീതിക്ക് എടുത്തത്. പിന്നെ എൻ്റെ ഒരു ടോൺ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്, ഒരു പുച്ഛം. ഞാൻ നാട്ടിൽ ഞാൻ പോകാറില്ല, ഇതാക്കാറില്ല, ഞാൻ രാത്രി കാറിന് പോയി ഞാൻ തിരിച്ചു വരും. അപ്പോൾ പറഞ്ഞ ടോണിലേ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമായി എൻ്റെ അടുത്ത്. ആ ദേഷ്യം ഇപ്പോഴും കാണുമായിരിക്കും. അവരുടെ നാട്ടിലെ ശത്രുക്കൾ അവസ്ഥയാലോചിച്ച് നോക്ക്. സാധാരണ ഏതൊരു ഓൺലൈൻ ശത്രുക്കളുള്ള ആൾക്കാർ നാട്ടിലെങ്കിലും ശത്രു ഇല്ലാതെ നാട്ടുകാരെ സപ്പോർട്ട് ഉണ്ടോ? എനിക്ക് അതുമില്ല. നാട്ടിലും പുറത്തിറങ്ങാൻ പറ്റില്ല, ശത്രുക്കളാ. മിണ്ടില്ല ആൾക്കാർ കണ്ടാലും. ആൾക്കാരെന്നെ കാണുന്നില്ലല്ലോ, ഞാൻ വണ്ടിയില്ലേ പോന്നെ. കൂടെയും കൊട്ടിച്ച വണ്ടി പോയി ആൾക്കാരെങ്ങനെ കാണാനാ? അപ്പോ അതാണ് അത് അന്നേ ഫ്ലോയിൽ പറഞ്ഞു. അപ്പൊ കുഗ്രാമത്തിന് ആ അപരിഷ്കൃത ഗ്രാമം എന്നുള്ള മാത്രം നല്ല അർത്ഥം, റിമോട്ട് വില്ലേജ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇനി അങ്ങനെ ഇവര് മറ്റേന്താ പറയുന്നത് ശബ്ദധാര വിലയൊക്കെ എടുത്തു നോക്കിയിട്ടൊക്കെയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കി. വാക്കുകളുടെ അർത്ഥം എടുക്കാൻ ഭയങ്കര ഡേഞ്ചറാ. ഓരോ വാക്കുകളുടെ ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അത് അന്ന് ഭയങ്കര നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നമില്ല. ഒരു നാട്ടുകാർ മൊത്തം ഒരാൾക്കെതിരെ തിരിയുക, എന്നിട്ട് നാട്ടിൽ കാലുകുത്ത സമ്മതിക്കണ പറയാ. അമ്മയും അച്ഛനൊക്കെ പേടിച്ചില്ലേ? ഇല്ല, അങ്ങനെ വീടാക്രമിക്കുന്ന പറഞ്ഞാൽ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാർ നാട്ടിൽ കാണുമല്ലോ. അത് അവരൊരു ആവേശമാണ്. ഞാനത് മെറ്റഫോറിക്കലി പറഞ്ഞു. ഓക്കെ, അത് അവർ കല്ലെടുത്തെറിഞ്ഞല്ല, അത്രയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. സിമ്പിൾ. അത് തന്നെ. അത് അവരെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത്, മനസ്സിലായോ? ആൾക്കാർ ഈ കയോസ് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ആൾക്കാരെ ബേസിക് ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 വർഷമായി. പിന്നെ അന്ന് ഈ ജോലിയുണ്ട്. ഇപ്പോൾ ജോലിയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ പകല് പോകുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും, മനസ്സിലായില്ലേ? പിന്നെ ജോലിക്ക് പോകുന്ന ദിവസം ചിലപ്പോൾ ഏർലി മോർണിംഗ് എനിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആൾക്കാർ പിന്നെ പൊതുവേ ഞാൻ ഇൻട്രോവേർട്ട്. ഞാനിപ്പോൾ ആൾക്കാരോട് പണ്ടേ ഞാൻ ഇതില്ല, സംസാരമില്ല. ചെറുപ്പം മുതലേ സംസാരമില്ല, പഠിക്കുമ്പോഴേ ഇല്ല. പഠിക്കുമ്പോൾ പിന്നെ കുറച്ചൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ. +2 വരെ ഞാൻ എക്സ്ട്രീംലി ഇൻട്രോവേർട്ടും ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുള്ള ആളായിരുന്നു. അതിന് ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഞാനൊന്ന് കുറച്ചൊരു ഗ്യാങ്ങും കാര്യങ്ങളും ഒരു ധൈര്യമൊക്കെ വന്നേ. പിന്നെ ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ ഉണ്ട്. പഠിച്ച സ്ഥലത്ത് പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആരോടും മിണ്ടൂല. എനിക്ക് ആളുകളെ ഇൻട്രാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജെല്ലാവാനൊക്കെ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ സെറ്റായിട്ടുണ്ടാവും. അതാണ് നമ്മളെ രീതി. ഈ ഇപ്പോൾ സൗഹൃദ വലയം കുറവാണെന്ന് പറഞ്ഞല്ലോ. ചില ആൾക്കാർ ഇൻട്രോവേർട്ട് ആയി പോകുന്നതിന് റീസൺ ഉണ്ടാവും. ചില ആൾക്കാരുടെ ബേസിക് നേച്ചർ അതായിരിക്കും. എന്തെങ്കിലും ചെറുപ്പത്തിലുണ്ടായ ഒരു റീസൺ കൊണ്ടാണോ അങ്ങനെ വന്നത്? അതേ പണ്ട് തൊട്ടേ ബേസിക് നേച്ചർ അത് തന്നെയാണ്. അങ്ങനെ ട്രോമ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പാസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ചെറുപ്പം മുതലേ പേടിയാണ്. ആൾക്കൂട്ടം സ്റ്റേജും ഒക്കെ പേടിയാണ്. അപ്പോൾ ഒരു ഈവൻ കല്യാണ വീട്ടിലിങ്ങനെ പോകുമ്പോൾ നിറച്ച ആൾക്കാരല്ലേ, കോൺഷ്യസ് ആവും. ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും, മനസ്സിലായോ? സിനിമാ തിയേറ്ററിൽ തന്നെ പോകുമ്പം ഓൾറെഡി ഫുള്ളി പാക്ഡ് ആയിരിക്കുന്ന സിനിമാ തിയേറ്ററിൽ നമ്മൾ കയറാൻ പേടിക്കും. 2 സ്ഥലത്ത് പേടിയല്ല, ഇൻഹിബിഷൻ. എനിക്ക് ആൾക്കാരെ അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ ഗ്ലാസ് വെക്കുന്നത്. പണ്ട് നമുക്ക് ഗ്ലാസ് വെച്ച് നടക്കുന്ന ഒരു പരിപാടി ഇല്ലല്ലോ, ഐ കോണ്ടാക്ട് ഇല്ലല്ലോ. ഈ സാധനം എനിക്ക് ഉണ്ടല്ലേ? ആൾക്കാർ നമ്മളെ നേരെയാണ് ആൾക്കാർ താഴേക്ക് നോക്കിട്ട് പോയി കയറി. അതല്ല, എന്നിട്ട് ആൾക്കാർ വിചാരിക്കും ഓൾറെഡി തിയേറ്ററിനകത്ത് ഇരുട്ടാ, അവിടെ ഒരു ചങ്ങായി കൂളിംഗ് ഗ്ലാസും വെച്ച് വരുന്നു. അപ്പൊ ഇവൻ എന്ത് വട്ടണെന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ അതാ, ഞാൻ പേടിച്ചിട്ട് വെക്കണമെന്നൊക്കെ.
ആക്ച്വലി പേടി എന്നുള്ള വാക്ക് അല്ല, ലിറ്ററലി എടുക്കണ്ട. ഞാൻ ജസ്റ്റ് കോമഡി ആ പറഞ്ഞു. അതായത് എനിക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാൻ വലിയ താല്പര്യമില്ല ഏത് സ്ട്രേഞ്ചേഴ്സിന്. അത് പണ്ട് അത്ര ഉണ്ടായിരുന്നു, ഇപ്പോൾ കൂടുതലായിട്ട് വന്നത്. കാരണം ആൾക്കാർ നമ്മളൊന്ന് ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കും. ആ ആ, ആ, ഇതവൻ ആ അത് നല്ല രീതിക്കാണ് അധികം ആൾക്കാർ എടുക്കുന്നത്. അങ്ങനെ ശത്രുക്കളെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്കാണ്.